നമ്മളെല്ലാവരും മൊബൈലിന്റെ ബാറ്ററി ദിവസവും ചാർജ് ചെയ്യുന്നവരാണ്. പക്ഷേ പല ആളുകൾക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജറൊക്കെ കണക്ട് ചെയ്യും, പക്ഷേ സ്വിച്ച് ഇടാൻ മറന്നു പോകും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടുക. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ മൊബൈലിന്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾ ചാർജർ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇട്ടാൽ ആ ചാർജ് കയറുന്നുണ്ട് എന്ന് വിളിച്ച് പറയുന്ന ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ അത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ചാർജർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈലിന്റെ അകത്തുണ്ട്. നമുക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ? നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് എങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് മോഡ്സ് ആൻഡ് റോട്ടൈൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ റോട്ടൈൻസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിലുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചാർജിങ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇത് രണ്ടും ഓണിലാണോ എന്ന് നോക്കുക. വയർഡ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും. എന്നിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, അതവിടെ ഡൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ദെൻ എന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഷോ കസ്റ്റംസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണ് നിങ്ങൾക്ക് ചാർജ് കണക്ട് ചെയ്യുമ്പോൾ വരേണ്ടത് അത് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ഞാൻ ഇവിടെ ചാർജർ കണക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പറയും. അതിനുശേഷം താഴെ എഴുതി കൊടുക്കാനുണ്ട്, പക്ഷേ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് പറയും, രണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് അവിടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഞാനൊന്നും എഴുതുന്നില്ല. അതിനുശേഷം ഇവിടെ റീഡ് ദിസ് നോട്ടിഫിക്കേഷൻ അലൗഡ് എന്ന ഈ ഒരു ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. ഇപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇതുപോലെ വരും. ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഡൺ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ചാർജർ കണക്റ്റ് ആകുമ്പോൾ പറയുന്ന ഓപ്ഷൻ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീണ്ടും താഴേക്ക് വരാം. താഴേക്ക് വന്നിട്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ചാർജിങ് സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ നോട്ട് ചാർജിങ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ദെൻ എന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത് അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ചാർജർ ഡിസ്കണക്റ്റഡ് എന്നാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ഡിസ്കണക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സെറ്റായിട്ടുണ്ട്. താഴെ വന്നിട്ട് ഇവിടെ വീണ്ടും നോട്ടിഫിക്കേഷൻ്റെ ആ ഭാഗത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് റിപ്പീറ്റായിട്ട് വീണ്ടും വീണ്ടും പറയും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ഇവിടെ റീഡ് ദിസ് നോട്ടിഫിക്കേഷൻ അലൗഡ് എന്ന ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ഡൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ സേവ് എന്ന ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്, അതൊന്നും വേണ്ട, നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ നോട്ട് ചാർജിങ്ങും ചാർജിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചാർജർ കണക്ട് ചെയ്യാണ്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ചാർജർ കണക്ട് ചെയ്യാണ്. ഓക്കെ, ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്വിച്ച് ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സ്വിച്ച് ഇടാൻ മറന്നിട്ടുണ്ട് എന്ന്. ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. ചാർജർ കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് എഴുതി കാണിക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചാർജർ ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ചാർജർ ഡിസ്കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, പറയുന്നുമുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും, നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതേ സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ റൂട്ടൈൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോട്ട് ചാർജിങ് രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അതിൽ ഏതിലാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഏതെങ്കിലും നിങ്ങൾക്ക് വേർഡ്സ് പറയുന്നത് മാറ്റം വരുത്തണോ എങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സേവ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത ആ ഒരു സംഭവമായിരിക്കും വിളിച്ച് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.